ഇപ്പോൾ ജോസഫ് വാഴക്കിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വൈകരുത് എന്നുള്ള പരസ്യ പ്രതികരണം വരുന്നു. ജോസഫ് വാഴക്കിന്റെ മാറി നിന്ന് നിരപരാധി എന്ന് തെളിയിക്കട്ടെ എന്നാണ് ജോസഫ് വാഴക്കിന്റെ പ്രതികരണം. രാഹുലിന് വേണ്ടി വിശദീകരണം നൽകി നടക്കാൻ പാർട്ടിക്ക് നേരമില്ല, അതുകൊണ്ട് ഈ നടപടി വൈകാൻ പാടില്ല എന്നാണ് ജോസഫ് വാഴക്കിന്റെ പരസ്യ പ്രതികരണം കൂടിയും ഇപ്പോൾ വരുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് നേതാക്കളുടെ സമ്മർദ്ദമുണ്ട്, രാഹുലിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. നേതൃത്വം തന്നെ തങ്ങൾ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നു എന്ന കൃത്യമായ ഒരു സന്ദേശം രാഹുലിന് നൽകുന്നുണ്ട്. അതിപ്പോൾ പരസ്യമായി തന്നെ KPCC അധ്യക്ഷൻ പറയുന്നുണ്ട്, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നുണ്ട്. ഗൗരവത്തോടെ ഈ സാഹചര്യത്തെ പാർട്ടി കാണുന്നു, കോൺഗ്രസ് കാണുന്നു എന്ന് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ രാജിവെക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നേരെ അത്തരത്തിലൊരു രാജി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല KC വേണുഗോപാൽ. പക്ഷേ താൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തേക്കും പോയിരിക്കുന്നു. MLA ബോർഡ് വെച്ച വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. അതെങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മനീഷ് മഹിവാൽ കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനീഷ്, ഇപ്പോൾ ഈ രാഹുൽ പുറത്തേക്ക് പോയത് എവിടേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തെങ്കിലും സൂചനകളുണ്ടോ മനീഷ്? ഉന്മേഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ രാജിവെക്കണമെങ്കിൽ സാങ്കേതികമായി അത് ഓൺലൈൻ മാർഗം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് രാജ്യസൂചനയോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് യാത്ര എന്ന കാര്യം അടുത്ത ബന്ധപ്പെട്ട ആൾക്കാരോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ കാറിലുള്ളത് 1-2 ആളുകൾ മാത്രമാണ് ഈ കാറിൽ കൂടെ ഉള്ളത്. മറ്റ് ബന്ധപ്പെട്ട ഉന്നത നേതാക്കൾ ആരും കൂടെയില്ല. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ യാത്ര എങ്ങോട്ടാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയുമില്ല. തിരുവനന്തപുരത്തോട്ടേക്കാകാമെന്ന സൂചന ചില നേതാക്കൾ നൽകുന്നുണ്ടെങ്കിൽ കൂടി അത് രാജ്യസന്നദ്ധ അറിയിച്ചതുകൊണ്ടുള്ള യാത്രയാണോ, മറ്റു കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഇനി ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആലോചന ഇത് സംബന്ധിച്ച് രാജി ഉണ്ടായാൽ കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ എന്താണ് എന്ന കാര്യമാണ്. കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അവിടെ ഇനിയിപ്പോൾ 2026 മെയ്യിലാണ് നിയമസഭയുടെ കാലാവധി കഴിയുന്നത്. നിലവിൽ 6 മാസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പക്ഷേ 1 വർഷമെങ്കിലും നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു നിലവിൽ